ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമല്ലോ. ഈസി റെസിപ്പിയാണ് കേട്ടോ. ആദ്യം ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട ശേഷം 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ചെറുള്ളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ചെറുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയ ശേഷം ഞാൻ തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. 2 തക്കാളിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലോട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയി എണ്ണ തനിച്ച് പിരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ചോറിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് തക്കാളി ചോറ് റെഡി കേട്ടോ. ഇതിന് വേറെ കറികളൊന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ലഞ്ച് ബോക്സിലാക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.